നഴ്സിംഗിന് പോകണമെന്നുണ്ട്, പക്ഷേ വീട് വിട്ടു നിൽക്കാൻ എല്ലാവർക്കും പേടിയാണ്. നിങ്ങൾ പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, ശരിയല്ലേ? സത്യം പറഞ്ഞാൽ നഴ്സിംഗ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ പേടിക്കുന്നത് ഹോസ്റ്റൽ ലൈഫ് ഓർക്കുമ്പോഴാണ്. അതുകൊണ്ട് പലരും നല്ല അവസരങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു. +2 വരെ വീട്ടുകാരുടെ സംരക്ഷണത്തിൽ വളർന്ന കുട്ടികൾക്ക് പെട്ടെന്ന് മറ്റൊരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ദൂരെയുള്ള കോളേജിലോ പോയി നിൽക്കുന്നത് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. അവിടുത്തെ ഭക്ഷണം എങ്ങനെയായിരിക്കും, റൂംമേറ്റ്സ് എങ്ങനെയായിരിക്കും, റാഗിംഗ് ഉണ്ടാകുമോ, ഈ വക ചിന്തകൾ കാരണം പഠനത്തിൽ ശ്രദ്ധിക്കാൻ പോലും കുട്ടികൾക്ക് കഴിയാറില്ല. അതുമാത്രമല്ല, കൃത്യമായ മുൻധാരണ ഇല്ലാത്തതുകൊണ്ട് അഡ്മിഷൻ എടുത്ത് 2-ാം ദിവസം തുണിയും കെട്ടി വീട്ടിലേക്ക് തിരികെ ഓടുന്ന കുട്ടികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ വിലപ്പെട്ടൊരു വർഷം മാത്രമല്ല, കരിയറിനെ തന്നെയാണ് ബാധിക്കുന്നത്. ഇവിടെയാണ് റൈറ്റ് നഴ്സിംഗ് അഡ്മിഷൻ ഗൈഡൻസിന്റെ പ്രസക്തി. ഞങ്ങൾ കുട്ടികൾക്ക് നൽകുന്ന വെറും അഡ്മിഷൻ മാത്രമല്ല, ഹോസ്റ്റൽ ലൈഫ് എങ്ങനെ പോസിറ്റീവായി കാണാമെന്ന് ഒരു മാനസിക തയ്യാറെടുപ്പ് കൂടിയാണ്. ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ അവിടുത്തെ സുരക്ഷയും സാഹചര്യവും നമ്മൾ നേരിട്ട് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഒരു കോളേജ് നിങ്ങൾക്കായിട്ട് നിർദ്ദേശിക്കൂ. നമ്മുടെ റൈറ്റ് നഴ്സിംഗ് ഡ്രീം ഹബിലുള്ള നിങ്ങളുടെ സീനിയർ കുട്ടികൾ നിങ്ങൾക്ക് പുതിയ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തി തരും. ഹോസ്റ്റൽ ലൈഫ് എന്നത് വെറും താമസമല്ല, അത് നിങ്ങളെ സ്വതന്ത്രമായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്ലേസ് കൂടിയായിരിക്കും. നല്ല ഫ്രണ്ട്സിനെ ലഭിക്കാനും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും നിങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ ഗൈഡൻസിൽ നിങ്ങൾ പൂർണ്ണമായും സേഫ് ആയിരിക്കും. ഹോസ്റ്റൽ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് എന്തിനെയാണ്? അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങളുടെ വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ മടിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നാളെ റൈന മാം പറയും മെഡിക്കൽ ടേംസ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്ന്. കാണാൻ മറക്കരുത്.